എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഇനി പേടിക്കാൻ ഒന്നുമില്ല തിരുമേനി. സാക്ഷാൽ മൂകാംബിക അമ്മയുടെ അനുഗ്രഹാശിസുകൾ ധാരാളമുള്ള കുട്ടിയല്ലേ ശിവപ്രിയ. അമ്മ അവളെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്നുണ്ട്. റിസൾട്ടുകളെല്ലാം അനുകൂലമാണ്. ശിവപ്രിയ മോൾക്ക് ഇനി ഒരു കുഴപ്പമില്ല. അമ്മേ ദേവി, എന്റെ മൂകാംബി അമ്മ, എന്റെ മോളെ അവിടത്തെ കാത്തല്ലോ. ഒരുപാട് നന്ദി. മോക്കിപ്പോ സന്തോഷമായോ? സന്തോഷായെങ്കിൽ അങ്കിളും വിദ്യാമ്മയും എന്നെ മരണത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചേ. അതെ അതെ, വിദ്യാമ്മയുടെ പ്രാർത്ഥന ശരിക്കും മൂകാംബിക ദേവി കേട്ടു. ഇത് വൈദ്യശാസ്ത്ര രംഗത്ത് അപൂർവമായി സംഭവിക്കാറുള്ള അത്ഭുതമാണ്. അങ്ങനെ ഒരു അത്ഭുതമാണ് മൂകാംബിക അമ്മ മോളുടെ കാര്യത്തിൽ സംഭവിപ്പിച്ചത്. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. ഡോക്ടർ, എന്റെ മണിക്കുട്ടന്റെ കാര്യം, ഇവന്റെ കാര്യത്തിൽ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ആ കാര്യം ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ശിവപ്രിയയുടെ കാര്യത്തിൽ എന്ന പോലെ മണിക്കുട്ടന്റെ കാര്യത്തിലും ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അത്ഭുതം എന്ന് പറയാനാവില്ല, നിങ്ങൾ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ പറ്റിയ ഒരു കയ്യബദ്ധം. മണിക്കുട്ടന്റെ ഹൃദയ പരിശോധനയുടെ റിസൾട്ട് ആയിരുന്നില്ല അത്. മറ്റാർക്കോ വേണ്ടി നടത്തിയ പരിശോധനാ ഫലം മാറിപ്പോയതാണ്. ഒരു ക്ലിനിക്കൽ എറർ. നേരാണോ ഡോക്ടർ? അപ്പോ മണിക്കുട്ടന് കുഴപ്പമൊന്നുമില്ലേ? ഹൃദയം മാറ്റിവെക്കത്തക്ക കുഴപ്പമൊന്നും മണിക്കുട്ടനില്ല. ഈശ്വര, പിന്നെ വയറ് സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഇവിടുത്തെ പരിശോധനയിൽ കാണുന്നുള്ളൂ. അത് മരുന്നുകൊണ്ട് നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നാട്ടിൽ ചെന്നിട്ടേ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ മണിയെ കാണിച്ചാൽ മതി. എന്റെ ഈശ്വര, നിസ്സാരമായ ഈ രോഗത്തിന്റെ പേരില് ഞാൻ എന്തോരം തീ തിന്നോ? അപ്പോ മണിക്കുട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ഇല്ലെന്നേ, ധൈര്യമായിരിക്കെ. എല്ലാം മൂകാംബിക അമ്മയുടെ കൃപാകടാക്ഷമാണെന്ന് കരുതി സമാധാനിക്കുക, സന്തോഷിക്കുക. ദേവി, അമ്മേ, സാക്ഷാൽ മൂകാംബിക ദേവി തന്നെയാ ശിവപ്രിയ മോൾക്കും മണിക്കുട്ടനും രണ്ടാം ജന്മം കൊടുത്തത്. ഇപ്പൊ എല്ലാവർക്കും സന്തോഷായില്ലേ? ശിവപ്രിയ മോളെ, പോകുന്നതിന് മുമ്പേ എന്ത് സമ്മാനാ ഡോക്ടർ അങ്കിളിന് തരാൻ പോകുന്നത്? ഡോക്ടർ അങ്കിളിനെ ഞാൻ മൂകാംബിക ദേവിയുടെ പ്രസാദം സമ്മാനായി തരാം. അത് മതിയോ? പിന്നെന്താ, അങ്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ അത്? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശരി, അപ്പൊ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കും. എനിക്ക് അല്പം തിരക്കുണ്ട്. ഡോക്ടർ, എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചത് മൂകാംബി അമ്മയാ. പക്ഷേ അതിന് നിമിത്തമായത് അങ്ങും വിദ്യാമ്മയോ. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല, സാക്ഷാൽ ദേവിയോടാണ്. അത് വേണ്ടുവോളം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇനിയും ആ പ്രാർത്ഥന തുടരുക. അത് മാത്രം ചെയ്താൽ മതി. അല്ല,
നിങ്ങളോട് ഡോക്ടറുടെ മുറിയിൽ വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? പിന്നെ എന്താ അവിടുന്ന് പോകുന്നത്? ഞങ്ങൾ ഡോക്ടറെ കണ്ടു സിസ്റ്ററെ. എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിച്ചു. അതിപ്പോ അതിന് വാസുകി ഡോക്ടർ ഇപ്പൊ റൗണ്ട്സ് കഴിഞ്ഞ് മടങ്ങി വരുന്നല്ലേ ഉള്ളൂ. അല്ലല്ല, ഞങ്ങള് ഡോക്ടർ മുറിയിൽ പോയി കണ്ടിട്ടാ വരുന്നേ. ശിവപ്രിയയ്ക്കും മണിക്കും ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ വിശദമായിട്ട് പറഞ്ഞു തന്നു. മണിക്കുട്ടന്റെ കാര്യത്തില് നേരത്തെ കാണിച്ച ആശുപത്രിക്കാർക്ക് പറ്റിയ തെറ്റാണെന്നും പറഞ്ഞു തന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഡോക്ടർ നിങ്ങളെ നേരിൽ കാണാൻ കണ്ടൂന്നേ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാര്യം അറിയില്ലല്ലോ. അത് ഡോക്ടർ വരുന്നു. ഈ ഡോക്ടറെയാണോ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞത്? അല്ലല്ല, ഞങ്ങള് വാസുകി ഡോക്ടറെ കണ്ടത്. വാസുകി ഡോക്ടറെയോ? അതിന് ഇതാണല്ലോ വാസുകി ഡോക്ടർ. പിന്നെ ഏത് വാസുകി ഡോക്ടറെ നിങ്ങൾ കണ്ടത്? എന്നെ ചികിത്സിച്ച വാസുകി ഡോക്ടർ. ഡോക്ടർ അങ്കിൾ ദേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നല്ലേ? മോളുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡോക്ടേഴ്സ് പോലും വല്ലാത്തൊരു അമ്പരപ്പിലാണ്. റിയലി എ മിറാക്കിൾ. മോളുടെ കാര്യത്തിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു മിറാക്കിൾ തന്നെ. ഡോക്ടർ, ഞങ്ങൾ വാസുകി ഡോക്ടറെ. യെസ്, ഞാനാണ് വാസുകി ഡോക്ടർ. അപ്പോ അത് അല്ല, ആരുടെ കാര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഡോക്ടർ അങ്കിൾ, ഡോക്ടർ വാസുകി. ഡോക്ടർ അങ്കിൾ ദേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അച്ഛാ വാ. ഡോക്ടർ അങ്കിൾ താഴോട്ട് പോയി കാണോ അച്ഛാ? വാ നമുക്ക് നോക്കാം. വേണ്ട മോളെ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. വാപ്പോ. ബ്രഹ്മമുരാരിസുരാർച്ചിതലിംഗം നിർമ്മലഭാസുരശോഭിതലിംഗം ജന്മജ ദുഃഖവിനാശകലിംഗം തതു പ്രണമാമി സദാശിവലിംഗം.